everyone, welcome to Jupor Class 9. കേരളം കാത്തിരിക്കുന്ന 9ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസ് പ്രെഡിക്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. യെസ്, അപ്പോൾ ഈ ഒരു പ്രെഡിക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ആണ്. നിങ്ങൾക്ക് നാളെ 60 മാർക്കിന് കൂടുതൽ ചോദിക്കുക. ആ ചാപ്റ്റേഴ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കും അതിന് പുറമെ ചോദിക്കാൻ ചാൻസ് ഉള്ള ചില ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഓണം എക്സാമിനും ക്രിസ്മസ് എക്സാമിനുള്ള ചോദിക്കും. വളരെ കുറച്ച് മാർക്കിന് മാത്രമേ വളരെ കുറച്ച് മാർക്കിന് ചോദിക്കുള്ളൂ. അത് മാത്രമല്ല, ഏറ്റവും അതായത് 75% ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുക ആഫ്റ്റർ ക്രിസ്മസ് പോർഷൻ ആണ്. അത് നോട്ട് ചെയ്തത്. അതായത് ഹിസ്റ്ററിയിലെ 6ാമത്തെയും 8ാമത്തെയും ജോഗ്രഫിയിലെ 6ാമത്തെയും 8ാമത്തെയും. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യും. പിന്നെ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും, പ്രെഡിക്റ്റ് ചെയ്യും. അപ്പോൾ നേരെ പ്രഡിക്ഷനിലേക്ക് കടക്കുന്നതിന് മുന്നേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് വല്ല സ്റ്റഡി ടിപ്പ് മോട്ടിവേഷൻ ഒക്കെ വേണമെങ്കിൽ ഞങ്ങൾ 3 ഇൻസ്റ്റ അക്കൗണ്ട് ഇവിടെ പറയുന്നുണ്ട്. ഒന്നാമത്തേത് ഒന്ന് നമ്മൾ റീസൺ എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങൾക്ക് അത്രയ്ക്ക് ഉപകാരപ്പെടും. ഓക്കെ, മൂന്നാമത്തത് ഈ 3 അക്കൗണ്ടുകൾ നിങ്ങൾ nafi.ejuport_sp_sahad നിഹാൽ സാർ, ഈ 3 അക്കൗണ്ട് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള സ്റ്റഡി ടിപ്പ് മോട്ടിവേഷൻ ഒക്കെ നമ്മൾ ഇതിലൂടെ തരും കേട്ടോ. നമ്മൾ നേരെ കിടക്കാണ്. ഫസ്റ്റത്തത് പ്രൈസ് ആൻഡ് മാർക്കറ്റ് എന്നുള്ള ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. വേണമെന്നില്ല. ഓക്കെ, അപ്പോൾ പ്രൈസ് ആൻഡ് മാർക്കറ്റ്, അതായത് വിലയും വിപണി എന്നുള്ളതിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കുറച്ച് ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് സസ്റ്റൈനബിൾ പ്രൊഡക്ഷൻ, അതായത് സുസ്ഥിര ഉൽപ്പാദനത്തിന്റെ ലക്ഷ്യങ്ങൾ, ഗോൾസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഗോൾസും, അതായത് സുസ്ഥിര വികസനത്തിന്റെ ഡെവലപ്മെന്റുകൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ അതിലൊരു ടോപ്പിക് ഉണ്ട്, നമ്മുടെ ഡിമാൻഡ്, അതുപോലെ തന്നെ അതായത് ചോദനം, പിന്നെ അതുപോലെ തന്നെ സപ്ലൈ, അതായത് പ്രധാനം, പിന്നെ അതുപോലെ തന്നെ ഇക്വിലിബ്രിയം പ്രൈസ്, സന്തുലിത എന്തെന്ന് പറയാൻ വില, പിന്നെ അതുപോലെ തന്നെ അതിൽ പഠിക്കുന്ന ഡിസ് ഇക്വിലിബ്രിയം പ്രൈസ്, അതായത് അസന്തുലിത വില എന്താണെന്ന് എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ പറയുന്ന ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ കാര്യങ്ങൾ. ആ ഒരു ഇതിൽ തന്നെ പിന്നെ 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഇൻപുട്ടും ഔട്ട്പുട്ടും, അതായത് നിവേശങ്ങളും ഉൽപ്പന്നങ്ങളും. ഇത്ര പഠിച്ചു കഴിഞ്ഞാൽ തന്നെ പ്രൈസ് ആൻഡ് മാർക്കറ്റ് എന്ത് ചെയ്തു, സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ചാപ്റ്റർ ഏതാ നോക്കാം. നെക്സ്റ്റ് ചാപ്റ്റർ അത് അലോങ് ദി കോസ്റ്റ്, തീരങ്ങളിലൂടെ. ഈ ചാപ്റ്റർ നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കേണ്ടത് മെയിൻ ആയിട്ടുള്ള ഇത്രയും ടോപ്പിക്കാണ്. ഒന്ന് വെസ്റ്റേൺ കോസ്റ്റ് ബെഞ്ച്, പടിഞ്ഞാറൻ തീരസമുദ്രം, അതിന്റെ ക്ലാസിഫിക്കേഷനും അതിന്റെ വിഭജനങ്ങളും അത് പഠിച്ചു വെക്കണേ. ആ 3 വിഭജനങ്ങൾ പഠിക്കാതെ എക്സാമിന് പോകരുത്. പിന്നെ ഈസ്റ്റേൺ കോസ്റ്റ് ബെഞ്ച്, കിഴക്കൻ തീരസമുദ്രം, അതിന്റെ 2 വിഭജനങ്ങളും അത് പഠിക്കാതെ നിങ്ങൾ എക്സാമിന് പോകരുത്. പിന്നെ ഐലൻഡ്സ്, ഇതിൽ ആൻഡമാൻ നിക്കോബാർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലക്ഷദ്വീപും പഠിക്കാതെ നിങ്ങൾ എക്സാമിന് പോകരുത്. പിന്നെ കോസ്റ്റൽ ലാൻഡ് ഫോംസ്, ഭൂരൂപങ്ങൾ, ഇറോഷൻ അഥവാ അപരദനം കാരണം ഉണ്ടാകുന്ന രൂപങ്ങളുണ്ട്, ഡെപ്പോസിഷൻ അഥവാ നിക്ഷേപണം കാരണം ഉണ്ടാകുന്ന ഭൂരൂപങ്ങൾ, അത് പഠിക്കാതെ പോകരുത് കേട്ടോ. പിന്നെ അവിടുത്തെ ക്ലൈമറ്റ്, കാലാവസ്ഥ, എസ്പെഷ്യലി വിന്റർ സീസൺ ചോദിക്കാം, അല്ലെങ്കിൽ സമ്മർ സീസൺ ചോദിക്കാം. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മൺസൂൺ സീസൺ അഥവാ മഴക്കാലാട്ടോ. ഇവിടുത്തെ കോസ്റ്റൽ റീജിയനിൽ, തീരപ്രദേശം മഴക്കാലം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചാലഞ്ചസ് ഫേസ് ബൈ കോസ്റ്റൽ റീജിയൻ, തീരദേശം നേരിടുന്ന വെല്ലുവിളികൾ. ഇതിൽ എസ്സേ ചോദിക്കാൻ ചാൻസ് ഒന്നെങ്കിൽ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ, പടിഞ്ഞാറൻ തീരസമുദ്രവും അതിന് 3 വർഗീകരണങ്ങളും, ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ, കിഴക്കൻ തീരസമുദ്രവും അതിന് 2 വർഗീകരണങ്ങളും, ഐലൻഡ്സ് അഥവാ ആൻഡമാൻ നിക്കോബാർ, അല്ലെങ്കിൽ കോസ്റ്റൽ ലാൻഡ് ഫോംസ്, ഭൂരൂപങ്ങൾ, ഇറോഷൻ ആൻഡ് ഡെപ്പോസിഷൻ. അടുത്തത് നമുക്ക് ലാൻഡ് ഓഫ് ചോളാസ് ടു ഡൽഹി എന്നുള്ള ഹിസ്റ്ററിയിലെ 6ാമത്തെ ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ടോപ്പിക്. യെസ് മക്കളെ, ഞാൻ പറഞ്ഞ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കാണ്. ഈ ചാപ്റ്റർ നിങ്ങൾ ഏറ്റവും ആദ്യം പഠിച്ചിരിക്കേണ്ടത് ചോള നാട്ടിന്റെ ട്രേഡ്, കച്ചവടം, എന്തൊക്കെയാണ് കച്ചവട ബന്ധമായി വ്യാപാരപരമായിട്ട് ചോളന്മാർ എങ്ങനെയാണ് അവരുടെ വ്യാപാരത്തെ മുന്നോട്ട് കൊണ്ടുപോയത്, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. അതുപോലെ ചോള അഡ്മിനിസ്ട്രേഷൻ, എക്സാമിന് വളരെയധികം ഒരു എസ്സേ ടൈപ്പ് ചോദിക്കാൻ സാധ്യതയാണ്. ചോള അഡ്മിനിസ്ട്രേഷൻ കൃത്യമായി പഠിച്ചു വെക്കുക. ഏതെല്ലാം രീതിയിൽ അവരുടെ നാടുകൾ ഡിവൈഡ് ചെയ്ത് അവരുടെ ടാക്സ് ഏതെല്ലാം രീതിയിലായിരുന്നു, ആ കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കുക. അതുപോലെ സോഷ്യോ എക്കണോമിക് ലൈഫ് ഓഫ് ഡൽഹി സുൽത്താൻമാരുടെ സാമൂഹിക സാമ്പത്തിക ജീവിതം, അല്ലെങ്കിൽ സോഷ്യോ കൾച്ചർ ലൈഫ്, സോഷ്യോ എക്കണോമിക് ലൈഫ്, ഇവിടെ നിന്നൊക്കെ ഒരു എസ്സേ 6 മാർക്കിന് ചോദിക്കാൻ സാധ്യത ഏറെയാണ്. നിങ്ങളത് പഠിച്ചു വെക്കണം. അതുപോലെ വില്ലേജ് ഓട്ടോണമി, ഇതൊരു 3 മാർക്ക് 2 മാർക്കിന് ചോദിക്കാൻ സാധ്യത. ആര് വില്ലേജ് ഓട്ടോണമി? ചോളാഭരണത്തിന്റെ വില്ലേജ് ഓട്ടോണമി, സഭ ഊരക്കോർമില്, അത് പഠിച്ചു വെക്കുക. ഏറ്റവും അവസാനം ട്രൈ പാർട്ടിക്കാരൻ ചിലപ്പോൾ വലിയ എസ്സേ നിങ്ങൾ പ്രതീക്ഷിക്കണം. 2-3 മാർക്കിന് അവരുടെ കോൺട്രിബ്യൂഷൻ ആയിരിക്കാം, അവർ കൊണ്ടുവന്ന ക്ഷേത്രങ്ങളെ പറ്റിയായിരിക്കാം. അങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കും. ആ രീതിയിൽ നിങ്ങൾ ആ കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചിരിക്കണം. റെഡി? അടുത്ത നമ്മൾ ഹിസ്റ്ററിയിലെ 8ാമത്തെ ചാപ്റ്ററിലേക്ക് പോവാണ്. ഇതും അത്യാവശ്യം ഒരു വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ്. ഇതിൽ ഒരുപാട് തവണ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഒരു ടോപ്പിക് ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ സെക്സ് ആൻഡ് ജെൻഡർ, അല്ലെ, ലിംഗഭേദവും ലിംഗപദവിയും, അത് പഠിച്ചു വെക്കണേ. പിന്നെ ജെൻഡർ സ്റ്റീരിയോ ടൈപ്സ്, അല്ലെ, വാർപ്പ് മാതൃക, അതേപോലെ മീഡിയ ആൻഡ് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ്, ലാംഗ്വേജ് ആൻഡ് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ്, ഇതൊക്കെ ഒരു 6 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ജെൻഡർ ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്ടിക്കിൾസ് കേട്ടോ. ആർട്ടിക്കിൾ പഠിക്കാൻ നിങ്ങൾ എക്സാമിന് പോകരുത്. ഈ ഒരു ചാപ്റ്ററിലെ ആർട്ടിക്കിൾ പഠിക്കാൻ നിങ്ങൾ എക്സാമിന് പോകരുത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു 4 ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇതിന് പുറമെ നമ്മൾ ഓരോ ചാപ്റ്ററിൽ നിന്നും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ പറയുകയാണ്. നിങ്ങൾ ഈ ജസ്റ്റ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക,
ഒന്ന് നോക്കി വെക്കുക, ഓർത്ത് വെച്ചോട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഇത് ക്വസ്റ്റ്യൻസ് നോക്കി വെച്ചോ. ഒരു കാണൂലേ ഡിഫറൻസ് ബിറ്റ്വീൻ ലാൻഡ് ഗ്രാൻഡ്, അതായത് ഭൂമിദാനത്തിലെ വ്യത്യാസങ്ങളുണ്ട്. ശതമാനന്മാരും ഗുപ്തന്മാരുണ്ടായിരുന്ന വ്യത്യാസമാണ് പറയുന്നത്. പിന്നെ ലാൻഡ് ഗ്രാൻഡ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക, ഭൂമിദാനം എന്താണെന്നുള്ളത്. പിന്നെ നമുക്ക് പോയി കഴിഞ്ഞാൽ റൈറ്റ് ദി ചേഞ്ചസ്, അതായത് ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, എന്നാൽ ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അതായത് ഗുപ്തന്മാർ വന്നപ്പോൾ ഉണ്ടായ ഭൂമിദാനത്തിലുണ്ടായ മാറ്റങ്ങൾ, എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായതെന്നുള്ള മനസ്സിലാക്കി. യെസ്, പിന്നെ അതേപോലെ തന്നെ ബേസ്ഡ് ഓൺ, അതായത് സ്ത്രീകളുടെ ഈ ലാൻഡ് ഗ്രാൻഡ് സിസ്റ്റത്തിൽ സ്ത്രീകളുടെ വുമൻസിന്റെ പങ്ക് എന്തെയാണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക. കഴിഞ്ഞിട്ടില്ല. ഇനി ഡെക്കാൻ പ്ലേറ്റ് സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ദക്ഷിണേന്ത്യയിലെ സാമൂഹിക സാംസ്കാരിക ജീവിതം എന്താണെന്നും കൂടി എഴുതി കഴിഞ്ഞാൽ സെറ്റ് ആയണം. പിന്നെ ശ്രദ്ധിക്കുക, ഡെക്കാൻ പ്ലേറ്റ്, ഡെക്കാൻ പീഠഭൂമിയുടെ സവിശേഷത പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ വെസ്റ്റേൺ ഘട്ട്, പശ്ചിമഘട്ടത്തിന്റെ സവിശേഷത പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ഓർത്ത് വെച്ചോ, 2 മാർക്ക് ചിലപ്പോൾ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കണ്ടേക്കാം. പിന്നെ ഇതെന്താണ്, മോയ്സ്റ്റ് ഡിസ്യൂഡീസ് ആൻഡ് ഡ്രൈ ഡിസ്യൂഡീസ് ഫോറസ്റ്റ് കേട്ടോ. ഈ ആർദ്ര പിന്നെ ഉഷ്ണമേഖലാ കാടുകളും വരണ്ട ഉഷ്ണമേഖലാ കാടുകളും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഇത് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മിനറൽ സോൺസ് കേട്ടോ, അതായത് എന്ത് പിന്നെ ധാതു മേഖലകൾ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, നാച്ചുറൽ ബൗണ്ടറീസ് ഓഫ് താർ ഡെസേർട്ട്, താർ മരുഭൂമിയുടെ സ്വാഭാവിക അതിരുകൾ പഠിച്ചു വെച്ചോ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ 4 മാർക്കിന് മിക്കവാറും നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. ക്ലാസിഫിക്കേഷൻ ഓഫ് താർ ഡെസേർട്ട്, താർ മരുഭൂമിയുടെ വർഗീകരണം. പിന്നെ എന്താണ് ലാൻഡ് ഫോംസ് ഇൻ താർ ഡെസേർട്ട്, 4 മാർക്കിന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഭൂവിഭാഗങ്ങൾ താർ മരുഭൂമിയിൽ കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ, കമ്പയർ ദ 3 സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കോണമി. യെസ് മക്കളെ, ഇനി നിഹാൽ സാറിന് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലാണ് പോകണം. ഇത്തരം നേരങ്ങൾ കണ്ട പോലുള്ള ചോദ്യം അല്ല, നാളെ എക്സാം പേപ്പറിൽ ചോദിക്കാൻ 99% സാധ്യതയുള്ള ചോദ്യമാണ്. എന്താണ് കമ്പയർ ദ 3 സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കോണമി ഒക്കെ നിങ്ങൾ താരം ചെയ്ത് കൊടുക്കുക, പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറി സെക്ടർ. പിന്നെ എന്താണ് ചോദ്യം, വാട്ട് ആർ ദ ഫംഗ്ഷൻ പെർഫോം ബൈ ഇലക്ഷൻ കമ്മീഷന്റെ ഫംഗ്ഷൻസ്, ചുമതലകൾ, ധർമ്മങ്ങൾ വളരെ പ്രധാനപ്പെട്ടാണ്, പഠിച്ചു വെക്കുക. പിന്നെ അതുപോലെ എന്താ ഓർഗനൈസ് സെക്ടറും അൺഓർഗനൈസ് സെക്ടറും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമ്പാരിസൺ ചെയ്യണം. അതായത് ഓർഗനൈസ് സംഘടിത മേഖലയും അസംഘടിത മേഖല നിങ്ങൾ ചെയ്യുക, ഒന്ന് കമ്പയർ ചെയ്യുക. അടുത്ത് നെക്സ്റ്റ് വരട്ടെ. ഇനി റൈറ്റ് എ ഷോർട്ട് ഓൺ ഡൗറി പ്രൊഹിബിഷൻ ആയിട്ട് പ്രൊട്ടക്ഷൻ വുമൻ അഗെയിൻസ്റ്റ് ഡൊമസ്റ്റിക് വയലൻസ്, അതായത് സ്ത്രീകളുടെ സംരക്ഷണത്തിന് 2 നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. സ്ത്രീകളുടെ സംരക്ഷണം കുറച്ച് റെലവൻ്റ് ആയ കാര്യമായതുകൊണ്ട് ഇത് ചോദിക്കാൻ സാധ്യത ഉണ്ട് എന്ന് നമുക്ക് ഒന്ന് വായിച്ചു നോക്കിയാണെങ്കിൽ നിങ്ങൾ പോകാൻ വേണ്ടി. അടുത്ത അതുപോലെ എന്താ ദ പ്രൊട്ടക്ഷൻ മെത്തേഡ് ഇസ് വൺ ഓഫ് ദ കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ജോഗ്രഫി എന്നൊരു എസ്സേ ചോദിക്കാൻ സാധ്യത ചാപ്റ്ററാണ് പഠിച്ചത്. ഇനി ദേശീയ വരുമാനം കണക്കാക്കാനുള്ള പരിമിതി, ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ. കഴിഞ്ഞ ഓണം എക്സാമിനും അതുപോലെ ക്രിസ്മസ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്, എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ്, ഇതും ചോദിക്കാൻ സാധ്യത ഏറെയാണ്. പിന്നെ ഇനി വാട്ട് ഇസ് എ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അമെൻമെന്റ്, വിവിധ തരത്തിലുള്ള ഭേദഗതികൾ എന്തൊക്കെ, ഇതൊരു 3 മാർക്ക് ടൈപ്പ് ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്താൽ മതി. 3 മാർക്കിന് വിവിധ തരം ഭേദഗതികൾ ചോദിക്കും, അതിന് എക്സാമ്പിൾ ആയിരിക്കും പിന്നെ ചോദിക്കുക. റെഡി? യെസ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സോഷ്യൽ സയൻസിലെ വളരെ പ്രധാനപ്പെട്ട പ്രഡിക്ഷൻസ്. അപ്പോൾ മെയിൻ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ആഫ്റ്റർ ക്രിസ്മസ് എക്സാം ആണ്. ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള പോർഷൻസ് ആണ് ഒരു 60 മാർക്ക് ചോദിക്കുക. പിന്നെ നിങ്ങൾ 7ാമത്തെ ചാപ്റ്റർ ഹിസ്റ്ററിയും ജോഗ്രഫിയിലെയും 7ാമത്തെ ചാപ്റ്റർ ഫോക്കസ് കൊടുക്കുക. പിന്നെ ഹിസ്റ്ററിയും ജോഗ്രഫിയിലെയും 5ാമത്തെ ചാപ്റ്റർ, പിന്നെ 3, 4 അങ്ങനെ റിവേഴ്സ് ഓർഡർ നിങ്ങൾ പോകട്ടോ. ഫസ്റ്റ് ചാപ്റ്റേഴ്സൊക്കെ 1 വേർഡ് 2 മാർക്ക് ക്വസ്റ്റിനെ ചോദിക്കുള്ളൂ. നിങ്ങൾ ഒരു ടെൻഷൻ പഠിക്കേണ്ട, ഒരു പേടിയും പേടിക്കേണ്ട. നമ്മുടെ ലൈവ് കണ്ട് പഠിക്കുകയാണ് നിങ്ങൾക്ക് A+ ഉറപ്പാണ്, A+ ഉറപ്പാണ്, A+ ഉറപ്പാണ്, A+ ഉറപ്പാണ്. എല്ലാവർക്കും A+ കിട്ടട്ടെ, എല്ലാവർക്കും സോഷ്യൽ സയൻസ് എക്സാം ഈസി ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്. യെസ് മക്കളെ, ഓൾ ദി വെരി ബെസ്റ്റ്. ഒറ്റ കാര്യം സൂചിപ്പിക്കുകയാണ്, പുതിയ സിലബസ് ആണ്, പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. മാക്സിമം നമുക്ക് കഴിയുമ്പോഴൊക്കെ നമ്മൾ ചെയ്തു തരുന്നുണ്ട്. നിങ്ങളൊരു എഫേർട്ട് അതിൽ വേണം കേട്ടോ. നിങ്ങളൊരു എഫേർട്ട് വേണം. നിങ്ങളുടേതായ രീതിയിൽ ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ഒന്ന് റിസർച്ച് ചെയ്ത് പഠിക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അഥവാ എക്സാം ടഫ് ആവണമെങ്കിൽ യാതൊരു ടെൻഷനൊന്നുമില്ല, ഒരു ടെൻഷൻ വേണ്ട. നിങ്ങൾ എക്സാം ആണ് അല്ലെങ്കിൽ ഈ ഒരു ചോദ്യ പേപ്പറാണ് നമ്മുടെ ജീവിതം നിർണ്ണയിക്കുന്നതൊന്നുമില്ല. അനന്തരമായിട്ടുള്ളൊരു നിധി കൂമ്പാരം നിങ്ങളെ തേടിയിട്ട് എവിടെയൊക്കെ ഉണ്ട്, അതിലേക്ക് ഇങ്ങനെ നടന്നു. അപ്പോൾ ഞങ്ങളൊക്കെ നടക്കുന്ന പോലെ അങ്ങനെ പോവാം. ഓക്കെ മക്കളെ, ബൈ, താങ്ക് യു, ബൈ, ഓൾ ദി ബെസ്റ്റ്. സോ മക്കളെ, കൂളായി ഹാപ്പി ആയിരിക്കുക. വൺസ് അഗൈൻ ഓൾ ദി ബെസ്റ്റ്.